നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ കേറ്, നമുക്ക് അവളെ പോയി കാണാം. വാമേ അമ്മ കേറമ്മേ, ഞാൻ ബൈക്കൊന്ന് മാറ്റി നിർത്തിട്ട് വരാം. ചേട്ടാ ഒരു മിനിറ്റ്. ഇതമ്മ, ഇത് അച്ഛൻ, ഇത് ഞാൻ. ഇതാരാ? ഇതാരാ അമ്മേ? അത് നിന്റെ അനുജത്തിയ. അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോ അച്ഛൻ ദൂരെ എവിടെയാണെന്ന് പറഞ്ഞു. പിന്നെന്തെന്റെ അനിയത്തെക്കുറിച്ച് പറയാഞ്ഞ്? എന്തിനാ അമ്മ ഇത് ഒളിച്ചു വെച്ചേ? അത് ഡോക്ടർ പറഞ്ഞിട്ടാ. ഡോക്ടർ പറഞ്ഞിട്ടോ? ആ അതെ, നിന്റെ ഓർമ്മകൾ പതിയെ ശരിയായി വരുന്നതേ ഉള്ളൂ. നിന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പതിയെ പതിയെ നിന്റെ കണ്ടീഷൻ ശരിയായി വരുന്നതനുസരിച്ച് ഓരോന്ന് പറയാലോ എന്ന് കരുതി. അതാ മോനെ സത്യം. അതിന് എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ അമ്മേ. അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ടും എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതിരുന്നേ. അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? എന്റെ അനുജിത്തെ എവിടെയുള്ള അമ്മേ? ഞാൻ എന്തായാലും ഈ ലിസ്റ്റ് ഒന്ന് അയാളുടെ കൊടുത്തിട്ട് വരട്ടെ മോനെ. അമ്മേ, എനിക്കിപ്പോ എന്റെ അനിയത്തിയെ കാണണം. മോനെ, എനിക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നിനക്ക് നിന്റെ ജോലിയില്ലേ? പിന്നെ എങ്ങനെയാ മോനെ? എന്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞു. അമ്മ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുന്നവരെ ഞാൻ എവിടെയെങ്കിലും കാത്തിരിക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാമേ. അയ്യോ, അതിന് എനിക്ക് ബൈക്കിലൊന്നും കയറാൻ പറ്റില്ല മോനെ. അത് സാരമില്ല, നമുക്കൊരു ഓട്ടോ വിളിച്ചു പോവാം. ചേട്ടാ, ഓട്ടോ വാമേ. മോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട അമ്മ, എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾ ഇവിടെ എവിടെയുണ്ടെന്ന് കേട്ടപ്പോ ഇനി കണ്ടിട്ടല്ലാതെ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ല. എന്റെ ജീവിതത്തിൽ ഓരോന്നായി എനിക്ക് തിരിച്ചു കിട്ടുകയല്ലേ അമ്മേ. അമ്മ എന്തെങ്ങനെ നിൽക്കുന്നത്? ഞാൻ അവളോട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. എന്റെ അനുജത്തിയല്ലേ, ഞാൻ സ്നേഹത്തോടെ തന്നെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക. അമ്മ കേറ്, നമുക്ക് അവളെ പോയി കാണാം. വാമേ. അമ്മ കേറമ്മേ, ഞാൻ ബൈക്കൊന്ന് മാറ്റി നിർത്തിട്ട് വരാം. ചേട്ടാ ഒരു മിനിറ്റ്. മോനെ നിക്ക്, ഇത് നിന്റെ അച്ഛൻ്റെ കൊടുക്ക. ശരി. എത്രയേട്ടാ? 150. അമ്മയ്ക്കിത് എന്തു പറ്റി? എന്തോ ഒളിപ്പിക്കുന്നത് പോലെ.
ചേട്ടാ, അമ്മ ഇറങ്ങിയില്ലേ? അങ്ങോട്ടേക്കാ പോണ്ടത്. ആ ശരി. ഞാൻ മീൻ നോക്കി വാങ്ങില്ലാന്ന് എപ്പോഴും അമ്മ പരാതി പറയുന്നതാ. എന്നിട്ട് എന്നെ നിർബന്ധിച്ചയച്ചു. എന്താന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അമ്മയ്ക്കിപ്പോഴും എൻ്റെ അസുഖത്തെ ഓർത്ത് പേടിയാണോ? ഏയ്, പിന്നെ എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ എൻ്റെ അനുജത്തിയെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി നമ്മുടെ അച്ഛനെ കൂടെ കാണണം. അച്ഛനും അമ്മയും ഞാനും അനുജത്തി ഒരുമിച്ച് എവിടെയെങ്കിലും നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അമ്മേ, അമ്മയെ ഓർത്തെടുക്കാൻ പറ്റാത്ത കഴിഞ്ഞ കാലം അങ്ങ് പൊയ്ക്കോട്ടെ. ഓർക്കാനുള്ള നല്ല ജീവിതം ഇനി നമുക്ക് ഒന്നിച്ചാവാലോ. ജ്യോതിയെ കാണിച്ചു കൊടുത്തേ പറ്റൂ. പക്ഷെ നിത്യ എങ്ങാനും കയറി വന്ന് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.